നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. വിവാദങ്ങൾക്കൊടുവിൽ കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ ഓണാഘോഷം വിപുലമായി നടത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെയും കാവലിലാണ് ഓണാഘോഷം നടന്നത്. കാർഷിക സമൃദ്ധി വിളിച്ചോതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഏറ്റുവാങ്ങാൻ ആയിരങ്ങളെത്തി. ഭക്തജന തിരക്കിലമർന്ന ഗുരുവായൂർ. സംസ്ഥാനത്ത് മഴ കനക്കും. തൃശൂരിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ട്. തിരുവില്ലാമല മലവട്ടത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. ഗുരുതരമായ പകർച്ചവ്യാധികൾ തടയുന്നതിന് സർക്കാർ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് മന്ത്രി MB രാജേഷ്. മാലിന്യ സംസ്കരണം ആരോഗ്യരക്ഷയ്ക്ക് നിർണായകമാണെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. വിവാദങ്ങൾക്കൊടുവിൽ കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ ഓണാഘോഷം വിപുലമായി നടത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് കാവലിലാണ് സ്കൂളിൽ ഓണാഘോഷം നടന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും ക്യാമ്പ് ചെയ്തു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഓണപ്പൂക്കളം ഒരുക്കുകയും വിവിധ ഓണക്കളികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഓണസദ്യയും വിളമ്പി. ഓണാഘോഷം ഹിന്ദു ആചാരമാണെന്നും ഇതര മതസ്ഥർ പങ്കെടുക്കരുതെന്നുമുള്ള അധ്യാപികമാരുടെ വാട്സ്ആപ്പ് സന്ദേശം പുറത്തുവന്നത് വൻ വിവാദത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നൽകിയ പരാതിയിൽ അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ ഡിവൈഎഫ്ഐ, BJP, KSU, AYF പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടർക്കും തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിരുന്നു. സംഭവത്തിൽ 2 അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. TCV ന്യൂസ്, കുന്നംകുളം. കല്ലുംപുറം സിറാജുൽ സ്കൂളിൽ ഓണാഘോഷത്തിനെതിരെ അധ്യാപികമാർ നടത്തിയ വർഗീയ പരാമർശത്തിൽ പ്രതിഷേധിച്ച AIYF കുന്നംകുളം മണ്ഡലം കമ്മിറ്റി സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും ലഘുലേഖ വിതരണവും നടത്തി. ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം ലിനി ഷാജി, CPI മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത്, കടവല്ലൂർ ലോക്കൽ സെക്രട്ടറി KM മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കാർഷിക സമൃദ്ധി വിളിച്ചോതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഏറ്റുവാങ്ങാൻ ആയിരങ്ങളെത്തി. ക്ഷേത്രത്തിന് പുറത്ത് ഒരുക്കിവെച്ചിരുന്ന കതിർക്കറ്റകൾ പാരമ്പര്യാവകാശികളായ അഴീക്കൽ, മനയം കുടുംബങ്ങളിൽ നിന്നുള്ളവർ തലയിലേറ്റി കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് മുന്നിൽ അരിമാവണിഞ്ഞ നാക്കിലയിൽ സമർപ്പിച്ചു. കീഴ്ശാന്തി തേലംപറ്റ നാരായണൻ നമ്പൂതിരി തീർത്ഥം തളിച്ച് കതിർക്കറ്റകൾ ശുദ്ധിവരുത്തി. ഓട്ടുരുളിൽ സമർപ്പിച്ച ആദ്യ കതിർക്കറ്റ കീഴ്ശാന്തി മനു മാധവൻ നമ്പൂതിരി ശിരസിലേറ്റി. കുത്തുവിളക്കുമായി പാരമ്പര്യാവകാശി പുതിയേടത്ത് ആനന്ദൻ അകമ്പടിയായി. ബാക്കിയുള്ള 2000-ഓളം കതിർക്കറ്റകൾ 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ നമ്പൂതിരിമാർ ശിരസിലേറ്റി നിരനിരയായി ക്ഷേത്രപ്രദക്ഷിണം ചെയ്ത് കൊടിമരച്ചൂട്ടിലെത്തിച്ചു. തന്ത്രിമാരായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ ലക്ഷ്മി പൂജ നടത്തി. ഒരു കതിർക്കറ്റ ഉരുളിയിലാക്കി ശിരസിലേറ്റി ശ്രീകോവിലിനുള്ളിൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. കതിർക്കറ്റകൾ പട്ടിൽ പൊതിഞ്ഞ് ഉപദേവന്മാരുടെ ശ്രീകോവിലുകളിലും നിറ നടത്തി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് വിതരണം ചെയ്തു. ക്ഷേത്രത്തിന് പുറത്ത് നാഴികമണിക്ക് മുന്നിലായി പ്രത്യേകം വരി സംവിധാനം ഒരുക്കിയാണ് കതിരുകൾ വിതരണം ചെയ്തത്. ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി ചൊവ്വാഴ്ച നടക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ഭക്തജന തിരക്കിലമർന്ന ഗുരുവായൂർ. ഗതാഗതക്കുരുക്കും ചികിത്സാ സൗകര്യക്കുറവും ഗൃഹനാഥന്റെ ജീവനെടുത്തു. ഇല്ലം നിറയായതിനാൽ വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വിവാഹ സംഘങ്ങൾ കൂടിയായതോടെ ക്ഷേത്രനടയിൽ നിന്ന് തിരിയാൻ കഴിയാത്ത അവസ്ഥയായി. 161 വിവാഹങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ നടന്നത്. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിലമർന്നു. ബൈക്കുകളെ പോലും കടത്തിവിടാതെ വൺ വേ സംവിധാനം പോലീസ് കർശനമാക്കി. വാഹന പട്രോളിങ്ങിന് പുറമെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം പോലീസിനെ നിയോഗിച്ചു. എന്നിട്ടും ഗതാഗതം സുഗമമായില്ല. പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാൽ വാഹനങ്ങൾ റോഡരികിൽ ഇടുന്നതും ഗതാഗത കുരുക്കിന് ഇടയാകുന്നുണ്ട്. പാലക്കാട് സ്വദേശിയായ വാഹന ഡ്രൈവർ മണികണ്ഠൻ വ്യാഴാഴ്ച രാവിലെ കുഴഞ്ഞു വീണപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുന്നത് വൈകാൻ ഗതാഗത കുരുക്ക് കാരണമായി. കിഴക്കേ നടയിലെ കൗസ്തുഭം ഗസ്റ്റ് ഹൌസിന് മുമ്പിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയുള്ള ദേവസ്വം ആശുപത്രിയിലെത്താൻ പോലീസ് വഴിയൊരുക്കിയിട്ടും ആംബുലൻസിന് 10 മിനിറ്റ് വേണ്ടി വന്നു. തിരക്കുള്ള ദിവസങ്ങളിൽ ദർശനത്തിന് വരിയിൽ നിൽക്കുന്നവർ കുഴഞ്ഞു വീഴുന്നതും പതിവാണ്. TCV, ഗുരുവായൂർ. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവില്ലാമല മലവട്ടത്ത് കനത്ത മഴയിൽ വീട് തകർന്നു.
ചെലക്കാട്ടുകുന്നിൽ വേലായുധന്റെ വീടാണ് തകർന്നു വീണത്. ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ വീട്ടുകാർ രക്ഷപ്പെട്ടു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയിൽ വീടിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി തകർന്നു വീണു. ഗുരുതരമായ പകർച്ചവ്യാധികൾ തടയുന്നതിന് സർക്കാർ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. പരിയാരം പഞ്ചായത്ത് തുമ്പാക്കോട് ആരംഭിച്ച ജനകീയ കുടുംബാരോഗ്യ ഉപകേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സനീഷ് കുമാർ ജോസഫ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി. ജോസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ, ജനപ്രതിനിധികളായ ഷീബ ഡേവിസ്, ഷാജു ജോസഫ്, അല്ലി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ആശുപത്രി രക്തസമ്മർദ്ദം, അതുപോലെ പിന്നെന്താണ് പ്രമേഹം, ഇതൊക്കെ ജീവിതശൈലീ രോഗങ്ങളുടെ വർധനവ് നമ്മുടെ ജീവിത നിലവാരവുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. എരുമപ്പെട്ടി പതിയാരത്ത് പേവിഷബാധ സംശയിക്കുന്ന തെരുവ് നായ 3 പേരെ കടിച്ചു. പതിയാരം സ്വദേശികളായ അജി ജോസ്, ഇഗ്നേഷ്യസ്, വടക്കാഞ്ചേരി സ്വദേശിക്കുമാണ് കടിയേറ്റത്. പതിയാരം പള്ളി കഴിഞ്ഞ് തുമ്പിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് തെരുവുനായ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത്. വീട്ടുമുറ്റത്ത് നിൽക്കുന്നവരെയും റോഡിലൂടെ നടന്നുപോകുന്നവരെയും തെരുവുനായ ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പോൾ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC, non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ലക്ഷ്മിക്കുട്ടി, ഇതെന്നെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തയിലേക്ക്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡിൽ അഴുക്ക് പദ്ധതിയുടെ സൈഡ് ചേംബറിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും വാട്ടർ അതോറിറ്റി നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം. മാലിന്യം പരന്നൊഴുകിയതിനാൽ ഇതിൽ ചവിട്ടാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ദുർഗന്ധവും രൂക്ഷമാണ്. പ്രദേശത്ത് പകർച്ചവ്യാധി ഭീഷണി നേരിടുന്നുണ്ട്. മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് ചിറമൽ ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ മാൻഹോള് പൊട്ടി ഒഴുകിയിട്ട് ആ വേസ്റ്റ് വെള്ളം മുഴുവൻ ഈ റോട്ടിൽ കൂടെ ഒഴുകാൻ തുടങ്ങിയിട്ട് വെളിയിൽ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയും ദുർഗന്ധം കൊണ്ട് നിൽക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ട്. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ളൊരു നടപടി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മറ്റത്തൂർ മാങ്കുറ്റിപ്പാടത്ത് 90 ലക്ഷം രൂപയോളം ചെലവഴിച്ച് പണികഴിച്ച ആധുനിക വാതക ശ്മശാനം മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അന്തസ്സോടെ ജീവിക്കാനെന്ന പോലെ അന്തസ്സോടെ മരിക്കാനും ഓരോ മനുഷ്യന് അവകാശമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം പോലെയാണ് മരിച്ചാൽ അന്തസ്സുള്ള ഒരു സംസ്കാരത്തിനുള്ള അവകാശം. അപ്പോൾ ജീവിക്കുമ്പോൾ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് സുപ്രീം കോടതി പറഞ്ഞു. റൈറ്റ് ടു ലൈഫ്
മാലിന്യ സംസ്കരണ രംഗത്തും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിലും മറ്റത്തൂർ പഞ്ചായത്തിന്റെ നേട്ടങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു. ചടങ്ങിൽ കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമനയൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തകർത്ത LDF പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷർബനൂസ് പണിക്ക വീട്ടിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഹിഷാം കപ്പൽ, മനു ആൻഡോ, OU വിഷ്ണു, അമാൻ അൻവർ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ഫോട്ടോഗ്രാഫി രംഗത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ചാലക്കുടി സ്വദേശി ജോയ് കല്ലിങ്ങലിനെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി ആദരിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ജോസ് ചുള്ളിയാടൻ അധ്യക്ഷത വഹിച്ചു. കാരുണ്യ പ്രവൃത്തികളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. വേൾഡ് ഏഷ്യ ഡൽഹിയിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ഗ്രീന ജോയിയെ AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ പുരസ്കാരം നൽകി ആദരിച്ചു. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, CG ടൈറ്റസ്, CS സുരേഷ്, ലിജോ ജോസഫ്, ജോയ് മൂത്തേടൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെല്ലാവരും ആദരിക്കുന്ന ബഹുമാനായ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MC ജോൺസൺ ഉൾപ്പെടെയുള്ള ജോയ്ഫുൾ ഗോൾഡൻ ക്ലിക്സ് 50 വർഷമായി ജൂബിലി ആഘോഷം. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട ലിയോഷിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂരിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സൈബർ തട്ടിപ്പിലൂടെ ക്ഷീരകർഷകനിൽ നിന്ന് 2,70,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ കണ്ണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കണ്ണൂർ മാട്ടൂൽ സ്വദേശി ഒണ്ടേൻ വളപ്പിൽ മുഹമ്മദ് റിയാസാണ് അറസ്റ്റിലായത്. ചാലക്കുടി കോട്ടാറ്റ് സ്വദേശിയായ ക്ഷീരകർഷകനാണ് തട്ടിപ്പിനിരയായത്. ചാലക്കുടി SHO NK സജീവ്, SIമാരായ ഋഷിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചരിത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുകുന്ദപുരം താലൂക്ക് യൂണിറ്റ് രൂപീകരണവും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിക്കലും ശനിയാഴ്ച ആമ്പല്ലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും. ചരിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സുനിൽ കിടങ്ങൂർ, മുകുന്ദപുരം താലൂക്ക് യൂണിറ്റ് ഭാരവാഹികളായ TV ജോസ്, ജെറാൾഡ് പോൾ, PD സണ്ണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് മങ്ങാട് RCC LP സ്കൂളിൽ വയോജന ഭിന്നശേഷി നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, ES സുരേഷ്, PM സജി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ വിവാഹ സംഘമെത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. പാലക്കാട് തേൻകുറിശി മാനാംകുളമ്പ് ഹരിശ്രീയിൽ 58 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാലക്കാട് നിന്നുള്ള സംഘം ഗുരുവായൂരിലെത്തിയത്. രാവിലെ 7:30 താലികെട്ട് കഴിഞ്ഞ് വിവാഹ സംഘം വാഹനത്തിനായി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിനിടെ കിഴക്കേനടയിൽ കൌസ്തുഭം ഗസ്റ്റ് ഹൌസിന് സമീപം റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. നഗരസഭയുടെ ആംബുലൻസിൽ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരുമനയൂരിൽ യുവാവിനെ സംഘം ചേർന്ന് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ പിടിയിൽ. ചാവക്കാട് മണത്തല സ്വദേശി താഴത്ത് വീട്ടിൽ അർഷാദിനെയാണ് പോലീസ് പിടികൂടിയത്. ചാവക്കാട് SHO PV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഒളിവിൽ പോകാൻ ശ്രമിക്കവേ മലപ്പുറത്തുനിന്ന് പ്രതിയെ പിടികൂടിയത്. കേസിൽ 4 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. ഒരുമനയൂർ തങ്ങൾപ്പടി സ്വദേശി പൊന്നിയത്ത് വീട്ടിൽ ഫദലുവിനെയാണ് സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചത്. തെരുവുനായ ഭീഷണിക്കെതിരെ പാവർട്ടി ആക്ഷൻ കൌൺസിൽ ജനകീയ പ്രതിഷേധം നടത്തി.
മരുതയൂർ കവലയിൽ നടന്ന പ്രതിഷേധം പഞ്ചായത്ത് അംഗം സുനിത രാജു ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് മരുതയൂർ അധ്യക്ഷത വഹിച്ചു. AK ഷിഹാബ്, NJ ലിയോ, അബു പന്തായിൽ, MK അനിൽകുമാർ, KC ഖാദർമോൻ, നസീർ കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളിയിൽ വീടിന്റെ മതിൽ തകർന്നു. കാക്കശ്ശേരി ചിരിയങ്കണ്ടത്ത് തോമസിന്റെ വീടിന്റെ മതിലാണ് തകർന്നത്. പഞ്ചായത്ത് കാന നിർമ്മാണത്തിനായി യന്ത്രസഹായത്താൽ മണ്ണ് നീക്കിയതാണ് മതിൽ തകർന്നു വീഴാൻ കാരണമെന്ന് വീട്ടുകാർ പറഞ്ഞു. കയ്പമംഗലം കൂരിക്കുഴിയിൽ യുവാക്കളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിലായി. ചന്ദ്രാപിന്നി ചാമക്കാല സ്വദേശികളായ മതിലകത്ത് വീട്ടിൽ നജീബ്, പള്ളിപ്പറമ്പിൽ വീട്ടിൽ റിഫാത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. 18 മുറി സ്വദേശി പുതിയ വീട്ടിൽ ബിലാൽ, ബന്ധുവായ സുൻസാം എന്നിവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ്, നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലേക്ക് വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണി ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഓൺലൈൻ ജോലി ചെയ്ത് ദിവസേന 1350 മുതൽ 4600 രൂപ വരെ വരുമാനമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ കണ്ണൂം സ്വദേശി അവിനാഷാണ് പിടിയിലായത്. കുറ്റിച്ചിറ സ്വദേശിയാണ് തട്ടിപ്പിനിരയായത്. നടത്തറ കണ്ണാറ റോഡിലെ കുണ്ടും കുഴിയും അടച്ച് ടാർ ചെയ്ത് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അച്ചൻകുന്ന്, വലക്കാവ്, ചേരുംകുഴി വാർഡുകളിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. നടത്തറ പഞ്ചായത്ത് അംഗം മാധവൻ റോഡിലെ കുഴിയിൽ കിടന്ന് പ്രതിഷേധിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ML ബേബി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജിത്ത് ചാക്കോ, വാർഡ് പ്രസിഡന്റ് ജോസഫ് കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗഹൃദത്തിലൂന്നിയ ആരോഗ്യം ശീലമാക്കിയ ഒരു പ്രഭാത കൂട്ടായ്മയെ പരിചയപ്പെടാം.
പ്രതികൂല കാലാവസ്ഥയൊന്നും കൂസാതെ എല്ലാ ദിവസവും ഇവർ ഒത്തുകൂടുന്നു. കൊടുങ്ങല്ലൂരിലെ എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബ്ബിൽ 50-ലധികം അംഗങ്ങളുണ്ട്. വർഷങ്ങളായി സ്കൂൾ ഗ്രൗണ്ടിൽ വ്യായാമം ചെയ്തിരുന്നവർ 2 വർഷം മുൻപാണ് ക്ലബ്ബ് രൂപീകരിച്ചത്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ക്ലബ്ബിൽ അംഗങ്ങളാണ്. ദേശീയ സംസ്ഥാന കായിക താരമായ സതീഷ് ബാബുവാണ് പരിശീലകൻ. ആരോഗ്യ സംരക്ഷണത്തിന് പുറമെ സാമൂഹ്യ സേവനവും കൂട്ടായ്മ ലക്ഷ്യമിടുന്നു. ലഹരിക്കെതിരെയുള്ള കൂട്ടയോട്ടം ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ ക്ലബ്ബ് നടത്തിവരുന്നുണ്ട്. കായിക വിനോദമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആഗസ്റ്റ് 15 അതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പോൾ കായിക വിനോദമാണ് ലഹരി എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും നവംബർ മാസത്തിലെ ഒരു ഓൾ കേരള ബേസിൽ ഒരു മാരത്തോൺ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ബുധനാഴ്ചകളിൽ പ്രത്യേക യൂണിഫോം ധരിച്ചാണ് ക്ലബ്ബ് അംഗങ്ങൾ ഗ്രൗണ്ടിലെത്തുക. അംഗങ്ങളിൽ പലരും വിവിധ കായിക മത്സരങ്ങളിൽ പങ്കാളികളാകാറുണ്ട്. ക്ലബ്ബ് അംഗവും വിദ്യാർത്ഥിനിയുമായ സോന ജില്ലാതല മത്സരങ്ങളിൽ വിജയിയാണ്. ക്ലബ്ബ് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ EV രമേശൻ, സെക്രട്ടറി അമാനു റഹ്മാൻ, ട്രഷറർ സുനിൽ കുമാർ എന്നിവരാണ് നേതൃതലത്തിലുള്ളത്. സംസ്ഥാന തലത്തിൽ മാരത്തോൺ സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഇവരിപ്പോൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടത്തി. ആൽത്തറയിൽ നിന്ന് മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ചേർന്ന നെൽക്കതിറുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു. പൂജകൾക്ക് ശേഷം കതിറുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, മെമ്പർ KK വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ N ഷാജി എന്നിവർ നേതൃത്വം നൽകി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. മേൽശാന്തി മേക്കാട് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കീഴ്ശാന്തി പരമേശ്വരൻ സഹകാർമ്മികനായി. ദേവസ്വം ഓഫീസർ G ശ്രീരാജ് നേതൃത്വം നൽകി. പൂജകൾക്ക് ശേഷം നെൽക്കതിറുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. CPM വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന CK ശങ്കരൻ അനുസ്മരണം നടന്നു. പാടൂർ സെന്ററിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. CPM വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം KV മനോഹരൻ അധ്യക്ഷനായി. മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KA ബാലകൃഷ്ണൻ, ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി KK ബാബു, PV അലി എന്നിവർ സംസാരിച്ചു. വാഗാശ്രീ കാർത്തിയായനി ക്ഷേത്രത്തിൽ ഊട്ടുപുരയുടെ തറക്കല്ലിടൽ കർമ്മം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് ശിലാപൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി അനിൽ നമ്പൂതിരി, പ്രസിഡന്റ് രമ പറവൂർ, സെക്രട്ടറി P ശിവശങ്കരൻ, ഊട്ടുപുര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ശ്രീകുമാർ വാഗ, ബാലൻ തുമ്മിൽ, ലീന ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനവും സാംസ്കാരിക ആഘോഷവും 30-31 തീയതികളിൽ നടക്കും. 30-ന് വൈകിട്ട് 4-ന് ബെന്നി ബെഹന്നാൻ MP സാംസ്കാരികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഹെൽത്ത് ആൻഡ് വെൽനസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം 31-ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ KV പോൾ, നഗരസഭാംഗം ജോർജ് തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPM എടത്തിരുത്തി 16-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനവും ഓണക്കോടി വിതരണവും നടത്തി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബൈന പ്രദീപ് അധ്യക്ഷയായി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, പഞ്ചായത്ത് അംഗങ്ങളായ സജീഷ് സത്യൻ, PA ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. കൈകൊട്ട് പൂരക്കടിയിട്ട് അവന് ഞാൻ സ്നേഹം തൊട്ടടുത്ത് വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ, സബ് കളക്ടർ സ്വാതി മോഹൻ,
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ഭരണസമിതി അംഗങ്ങളായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, ബിന്ദു ശർമ്മ, വിമല നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന 100 കുടുംബ സംഗമങ്ങൾക്ക് തുടക്കമായി. മുരിയാട് നടന്ന ആദ്യ പരിപാടി കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ഗിരിജ വല്ലഭൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മിനി മോഹൻദാസ്, റോക്കി ആളൂക്കാരൻ, സേതുമാധവൻ പറയംവളപ്പിൽ, സതീഷ് കാട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ പ്രിയദർശിനി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത, പഞ്ചായത്ത് അംഗങ്ങളായ V ബേബി, രാധ രവീന്ദ്രൻ, KK ജയപ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രാസലഹരിക്കെതിരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി, ജോയ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ എന്നിവർ അമേരിക്കൻ പോലീസ് ഓഫീസർ തോമസ് ഫ്രാങ്ക്ലിൻ റോക്കിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ക്ലയർ C ജോൺ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ഏറ്റവും അന്തിക്കാട് പ്രസ് ക്ലബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് PM ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജീവൻ കാരമുക്ക്, ട്രഷറർ VS സുനിൽകുമാർ, അബ്ബാസ് വീരാവുണ്ണി, മണികണ്ഠൻ കുറുപ്പത്ത്, വിജോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9405 രൂപ, പവന് 75,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. KSFE ഈ നാടിന്റെ ധൈര്യം. വിവാദങ്ങൾക്കൊടുവിൽ കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ ഓണാഘോഷം വിപുലമായി നടത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെയും കാവലിലാണ് ഓണാഘോഷം നടന്നത്. കാർഷിക സമൃദ്ധി വിളിച്ചോതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. പൂജിച്ച നെൽക്കതിറുകൾ ഏറ്റുവാങ്ങാൻ ആയിരങ്ങളെത്തി. ഭക്തജന തിരക്കിലമർന്ന ഗുരുവായൂർ. സംസ്ഥാനത്ത് മഴ കനക്കും. തൃശൂരിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ട്. തിരുവില്ലാമല മലവട്ടത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. ഗുരുതരമായ പകർച്ചവ്യാധികൾ തടയുന്നതിന് സർക്കാർ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് മന്ത്രി MB രാജേഷ്. മാലിന്യ സംസ്കരണം ആരോഗ്യരക്ഷയ്ക്ക് നിർണായകമാണെന്നും മന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.